ദേഷ്യം വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് പലതരത്തിലുള്ള പ്രശ്നം നമ്മുടെ ജീവിതത്തിലുണ്ടാകും, കുടുംബത്തിലുണ്ടാകും, ജോലിയിലുണ്ടാകും. അപ്പോൾ ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യം പറയട്ടെ. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ദേഷ്യം വരുമ്പോൾ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തെയാണ്. നിങ്ങളുടെ പ്രതിരോധ ശക്തി കുറയും, നിങ്ങളുടെ രക്തക്കുഴലുകളിൽ മാറ്റങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദങ്ങൾ ഉണ്ടാവും, സ്ട്രോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഹൃദ്രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യമായ എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളുകളിൽ ഈ വെസൽസ് ചേഞ്ചുകൾ ഉണ്ടാവുമെന്ന് ധാരാളം പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട്, ദേഷ്യം വരുമ്പോൾ ഒരു 5-10 മിനിറ്റാണ് നമ്മൾക്ക് കൂടുതൽ ദേഷ്യം വരുന്നത്. ആ 10 മിനിറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ചിലപ്പോൾ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മാറിപ്പോവുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ദേഷ്യം വരികയാണെങ്കിൽ അത് പേപ്പറിൽ അങ്ങ് എഴുതി തീർത്തോ, അല്ലെങ്കിൽ മൊബൈലിൽ അങ്ങ് ടൈപ്പ് ചെയ്ത് തീർത്തോ, അവിടെ അങ്ങ് തീരും. അല്ലെങ്കിൽ ഡീപ്പായി ബ്രീത്ത് ചെയ്യുക. അങ്ങനെ ബ്രീത്ത് ചെയ്യുക, ഡീപ്പായി ബ്രീത്ത് ചെയ്യുക. ദേഷ്യം വരികയാണെങ്കിൽ 5 പ്രാവശ്യം നല്ലോണം ശ്വാസം വലിച്ചതിന് ശേഷം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക.